നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 12 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ 12 ചോദ്യങ്ങൾക്ക് 4 ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെന്ന് സ്വയം ഒന്ന് അസസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സംസാര സമയങ്ങൾ വേണ്ട, ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വർണ്ണ മെഡൽ നേടിയ താരമാരാണ്? 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വർണ്ണ മെഡൽ നേടിയ താരമാരെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ ഇതിനകത്ത് 4 ഓപ്ഷൻസ് പറയുന്നുണ്ട്. ഞാൻ ഓപ്ഷൻസിന്റെ പേര് വായിക്കുന്നില്ല, കാര്യം അത് തെറ്റായിട്ടൊരു ഓപ്ഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷൻസ് വായിച്ച ശേഷം ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിക്കുക. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വർണ്ണ മെഡൽ നേടിയ താരം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ എഴുതിയവർക്കാണ് ശരി ഉത്തരം വരുന്നത്. മീരാബായ് ചാനു ആണ് അല്ലേ. അപ്പോൾ മീരാബായ് ചാനുവിനാണ് 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വർണ്ണ മെഡൽ നേടിയത്. കോമൺവെൽത്ത് ഗെയിംസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, 2022 ഏറ്റവും കൂടുതൽ അസംബ്ലി സമ്മേളനങ്ങൾ നടത്തിയ സംസ്ഥാനം ഏതാണ്? ശ്രദ്ധിക്കുക, 2021 ഏറ്റവും കൂടുതൽ അസംബ്ലി സമ്മേളനങ്ങൾ നടത്തിയ സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ശരി ഉത്തരം കിട്ടിയോ? ഏത് സംസ്ഥാനമാണ് 2021 ഏറ്റവും കൂടുതൽ അസംബ്ലി സമ്മേളനങ്ങൾ നടത്തിയത്? ഓപ്ഷൻ ഡി ആണ്, കേരളമാണ് ശരി ഉത്തരം. ഓക്കെ, അപ്പോൾ കേരളമാണ് ഏറ്റവും കൂടുതൽ അസംബ്ലി സമ്മേളനങ്ങൾ 2021 നടത്തിയെന്ന് അറിഞ്ഞിരിക്കുക. മൂന്നാമത്തെ ചോദ്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ഇന്റർനാഷണൽ ബുള്ളിയൻ എക്സ്ചേഞ്ച് എന്താണ്? ഇന്ത്യ ഇന്റർനാഷണൽ ബുള്ളിയൻ എക്സ്ചേഞ്ച് ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണെന്നാണ് ചോദ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ഇന്റർനാഷണൽ ബുള്ളിയൻ എക്സ്ചേഞ്ച് ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്തെന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. ശരി ഉത്തരം കിട്ടിയോ? അപ്പോൾ മോദിയുടെ സംസ്ഥാനമായിട്ടുള്ള ഗുജറാത്തിൽ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇന്ത്യ ഇന്റർനാഷണൽ ബുള്ളിയൻ എക്സ്ചേഞ്ച് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇന്ത്യ ഇന്റർനാഷണൽ ബുള്ളിയൻ എക്സ്ചേഞ്ച് ഗുജറാത്തിലാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ സംസ്ഥാനം ഏതാണ്? ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം. ശരി ഉത്തരം കിട്ടിയോ? ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇതിന്റെ ഉത്തരം നമ്മൾ ഒരു ഗസ്സിൽ പറയുകയാണെങ്കിൽ തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇതിൽ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, തെലങ്കാനയാണ് കേട്ടോ. അപ്പോൾ തെലങ്കാനയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമാവുന്നത്. തെലങ്കാനയിലാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യ ഏത് രാജ്യവുമായി ചേർന്ന് നടത്തിയ സൈനിക അഭ്യാസത്തിന്റെ 4ാമത്തെ പതിപ്പാണ് അൽ നാജ 4 എന്നറിയപ്പെടുന്നത്? ഓക്കെ, അപ്പോൾ ഇന്ത്യ ഏത് രാജ്യവുമായി ചേർന്ന് നടത്തിയ സൈനികാഭ്യാസത്തിന്റെ 4ാമത്തെ പതിപ്പാണ് അൽ നാജ 4 എന്ന് അറിയപ്പെടുന്നതെന്നാണ് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം. അപ്പോൾ അൽ നാജ 4 ഏത് രാജ്യവുമായി ചേർന്ന് നടത്തിയ സൈനികാഭ്യാസമാണ്? ഓപ്ഷൻ സി എഴുതിയവർക്ക് ശരി ഉത്തരം ഒമാൻ ആണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയും ഒമാനും കൂടി ചേർന്ന് നടത്തിയ സൈനികാഭ്യാസത്തിന്റെ പേരാണ് അൽ നാജ 4. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ആറാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. ആറാമത്തെ ചോദ്യം, 2022 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2022 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്താണെന്നാണ് നമ്മുടെ ആറാമത്തെ ചോദ്യം. അപ്പോൾ ഇതിനകത്ത് 4 ഓപ്ഷൻസ് ഉണ്ട്. വായിച്ച ശേഷം ഒന്ന് ശരി ഉത്തരം മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചേ. ഓക്കെ, അപ്പോൾ ഇതിൽ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ദുരുപയോഗവും എന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ നിലവിൽ ഈ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ടെക്നോളജിയിൽ തന്നെ വരുന്ന സോഷ്യൽ മീഡിയാസ്, അപ്പോൾ ഈ ഫേസ്ബുക്കും വാട്സപ്പും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഒക്കെ വഴി ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ മനുഷ്യക്കടത്തിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ 2022 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം ചോദിച്ചാൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ദുരുപയോഗവും എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് അതിന്റെ തീം തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ എന്ത് ചെയ്യുക, ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മൾ വളരെ സേഫ് ആയിട്ട് തന്നെ ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു സന്ദേശം കൊടുക്കുന്നതാണ് ഈ തീം. ഓക്കെ, സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ദുരുപയോഗവും. അടുത്ത ഏഴാമത്തെ ചോദ്യം, അടുത്തിടെ ഡൽഹി പോലീസ് കമ്മീഷണറായിട്ട് നിയമിതനായത് താഴെ പറയുന്നവയിൽ ആരാണ്? അടുത്തിടെ ഡൽഹി പോലീസ് കമ്മീഷണറായിട്ട് നിയമിതനായത് താഴെ പറയുന്നവയിൽ ആരാണ് എന്നാണ് നമ്മുടെ ഏഴാമത്തെ ചോദ്യം. ആരാണ്? ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, സഞ്ജയ് അറോറയാണ് കേട്ടോ. അപ്പോൾ സഞ്ജയ് അറോറയാണ് നിലവിൽ ഇപ്പോൾ ഡൽഹി പോലീസിന്റെ കമ്മീഷണറായിട്ട് മാറിയത്. ആരാണ്? സഞ്ജയ് അറോറയാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക്, നമ്മുടെ എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് ഇപ്പോൾ തന്നെ രേഖപ്പെടുത്താനും മറക്കരുത്. ഓക്കെ, നമുക്ക് അടുത്ത എട്ടാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. താഴെ നൽകിയിരിക്കുന്നതിൽ ഏത് വിമാനത്താവളമാണ് ഭഗത് സിംഗിന്റെ പേരിൽ നാമകരണം ചെയ്തത്? താഴെ നൽകിയിട്ടുള്ളതിൽ ഏത് വിമാനത്താവളമാണ് ഭഗത് സിംഗിന്റെ പേരിൽ നാമകരണം ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഏത് വിമാനത്താവളമാണ് ഭഗത് സിംഗിന്റെ പേരിൽ നാമകരണം ചെയ്തത്? ചണ്ഡീഗഡ് ആണ് അല്ലേ. അപ്പോൾ ചണ്ഡീഗഡ് വിമാനത്താവളമാണ് നിലവിൽ ഇപ്പോൾ ഭഗത് സിംഗിന്റെ പേരിൽ നാമകരണം ചെയ്തത്. ചണ്ഡീഗഡ് വിമാനത്താവളമാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത രണ്ടാമത്തെ ചോദ്യം,
ഇന്ത്യൻ ഭാഷാ സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് AI ഫോർ ഭാരതിന്റെ നിലേകനി സെന്റർ ആരംഭിച്ചത് ഏത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണെന്നാണ് ചോദ്യം. അപ്പോൾ ഭാഷാ സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് AI ഫോർ ഭാരതിൽ നിലേകനി സെന്റർ ആരംഭിച്ചത് ഏത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഏത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണ്? മദ്രാസ് ആണ് കേട്ടോ. IIT മദ്രാസ് ആണ് ഭാഷാ സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് AI ഫോർ ഭാരതിൽ നിലേകനി സെന്റർ ആരംഭിച്ചത് IIT മദ്രാസ് ആണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. രാജ്യത്ത് ആദ്യമായിട്ട് റേഷൻ കാർഡും ആധാർ കാർഡുമായിട്ട് ബന്ധിപ്പിച്ച സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, രാജ്യത്ത് ആദ്യമായിട്ട് റേഷൻ കാർഡും ആധാർ കാർഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന നടപടി പൂർത്തിയാക്കിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? നമ്മുടെ കേരളം തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് റേഷൻ കാർഡും ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് കേരളമാണെന്ന് അറിഞ്ഞിരിക്കുക. നാലാമത്തെ ചോദ്യം, അർദ്ധചാലക നയം അല്ലെങ്കിൽ സെമി കണ്ടക്ടർ പോളിസി നടപ്പിലാക്കിയ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. അർദ്ധചാലക നയം അല്ലെങ്കിൽ സെമി കണ്ടക്ടർ പോളിസി നടപ്പിലാക്കിയ രാജ്യത്തിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം. അപ്പോൾ ഏത് സംസ്ഥാനമാണ് അർദ്ധചാലക നയം നടപ്പിലാക്കിയത്? ഓപ്ഷൻ, ഇതിലൊരു D ഓപ്ഷൻ കൂടിയുണ്ട്, അത് ഗുജറാത്താണ് കേട്ടോ. ഗുജറാത്താണ് അർദ്ധചാലക നയം അല്ലെങ്കിൽ സെമി കണ്ടക്ടർ പോളിസി നടപ്പിലാക്കിയത്. ഗുജറാത്താണെന്ന് അറിഞ്ഞിരിക്കുക, തെറ്റിക്കരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അഞ്ചാമത്തെ ചോദ്യം ശ്രദ്ധിച്ചേ. 2022 ഓഗസ്റ്റില് ഇന്ത്യയും മറ്റ് 16 രാജ്യങ്ങളും പങ്കെടുത്ത പിച്ച് ബ്ലാക്ക് 2022 എന്ന മൾട്ടിനാഷണൽ എയർ കോമ്പാക്ട് അഭ്യാസം നടത്തത് ഏത് രാജ്യത്താണെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, 2022 ഓഗസ്റ്റില് ഇന്ത്യയും മറ്റ് 16 രാജ്യങ്ങളും പങ്കെടുപ്പിച്ച പിച്ച് ബ്ലാക്ക് 2022 എന്ന മൾട്ടിനാഷണൽ എയർ കോമ്പാക്ട് അഭ്യാസം നടന്നത് ഏത് രാജ്യത്താണെന്നാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ പിച്ച് ബ്ലാക്ക് 2022. അപ്പോൾ ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ലിങ്ക് കിട്ടുമോ നോക്കിയേ. പിച്ച് ബ്ലാക്ക്, പിച്ച് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, ക്രിക്കറ്റ് ഒക്കെ കളിക്കുമ്പോൾ നമ്മുടെ ബോൾ എറിയുന്ന സ്ഥലത്തിനാണ് പിച്ച് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പിച്ച്, അപ്പോൾ നമുക്ക് അങ്ങനെ ഏതെങ്കിലും രാജ്യത്തിന് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പിച്ച് ബ്ലാക്ക് 2022 നടപ്പിലാക്കിയത് ഓസ്ട്രേലിയയിലാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഓസ്ട്രേലിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ക്രിക്കറ്റ് ടീമാണല്ലോ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് പ്ലെയേഴ്സ് ഒക്കെ ഉള്ള ക്രിക്കറ്റ് ടീമാണ് ഓസ്ട്രേലിയ. അപ്പോൾ ഓസ്ട്രേലിയയിൽ എന്തുണ്ട്? നല്ല പിച്ചൊക്കെ ഉണ്ടെന്ന് ചുമ്മാ ഒന്ന് ലിങ്ക് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ 2022 ഓഗസ്റ്റില് ഇന്ത്യയും മറ്റ് 16 രാജ്യങ്ങളും പങ്കെടുപ്പിച്ച പിച്ച് ബ്ലാക്ക് 2022 എന്ന മൾട്ടിനാഷണൽ എയർ കോമ്പാക്ട് അഭ്യാസം നടന്നത് ഏത് രാജ്യത്തെന്ന് ചോദിച്ചാൽ അത് ഓസ്ട്രേലിയയാണ്. ഓപ്ഷൻ D ആണ് ശരി ഉത്തരം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് 12 വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്കിനി വരും ദിവസങ്ങളിൽ കറണ്ട് അഫെയർസും അതുപോലെ തന്നെ SCERT ക്ലാസ്സുകളും കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകാം. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാം കേട്ടോ. SCERT മാത്രം പോയാലും ശരിയാവത്തില്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് അഫെയർസും ബാക്കി ടോപ്പിക്കുകളും എല്ലാം കൂടി ഡിസ്കസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ, നമുക്കിപ്പോൾ ഒരാഴ്ച കൊണ്ട് ടെലഗ്രാം ചാനലിൻ്റെ ആക്സസ് ഇപ്പോൾ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ചാനൽ ഹാക്കായ സമയത്ത് തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലും കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് പക്ഷേ ശ്രദ്ധിച്ചത്. അപ്പോൾ നമ്മുടെ പുതിയ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. നമ്മുടെ അപ്ഡേറ്റ്സുകളും കാര്യങ്ങളെല്ലാം ഇനി ആ ചാനൽ മുഖാന്തരമായിരിക്കും നൽകുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് കൂടി പറയാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.